വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അജിത CJ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. (29/8/2024) നടന്നിട്ടുള്ള HSA നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാറ്റഗറി നമ്പർ 609/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഓപ്ഷൻ എ ഒരു മോണോ കാർപ്പിലറി പിസ്റ്റിലിൽ നിന്ന്, ഓപ്ഷൻ ബി ഒരു മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് പിസ്റ്റിലിൽ നിന്ന്, ഓപ്ഷൻ സി ഒരു മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് പിസ്റ്റിലിൽ നിന്ന്, ഓപ്ഷൻ ഡി ഒരു ഇൻഫ്ലോറസൻസിൽ നിന്ന്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ വന്നിട്ട് വരുന്നത് ഒരു മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് പിസ്റ്റിലിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? മോർഫോളജി, പ്ലാൻ മോർഫോളജി എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒരു മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് പിസ്റ്റിൽ എന്ന് പറയുന്നത്? പിസ്റ്റിൽ എന്തായാലും എന്താണ് ഗൈനീഷ്യത്തിൻ്റെ സ്ത്രീ റീപ്രൊഡക്റ്റീവ് ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. അപ്പം മൾട്ടി കാർപ്പിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധാരാളം പിസ്റ്റിൽസ് ഉണ്ടാവുന്നു. അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ടുള്ള പിസ്റ്റിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു മൾട്ടി കാർപ്പിലറി അപ്പോ കാർപ്പസ് പിസ്റ്റിലിൽ നിന്നാണ് ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർമ്മ വരേണ്ടത് എന്താണ് ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓർമ്മ വരുന്നത് അല്ലേ? അതിന് എക്സാമ്പിൾ നമുക്ക് ഏത് പറയാൻ പറ്റും? സ്ട്രോബെറി പറയാൻ പറ്റും അല്ലേ? അതേപോലെ തന്നെ കസ്റ്റാർഡ് ആപ്പിൾ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാലസിലെ കോശങ്ങൾ പൂർണ്ണ ചെടിയായി വളരുമ്പോൾ നടക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ഡി ഡിഫറൻസിയേഷൻ, ഓപ്ഷൻ ബി റീഡിഫറൻസിയേഷൻ, ഓപ്ഷൻ സി 1 or 2 ഏതെങ്കിലും ഒന്ന്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കാലസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഏത് ഓടി വരണം? ടിഷ്യൂ കൾച്ചർ അല്ലേ? പ്ലാന്റ് ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഒരു കാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാലസ് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ടോട്ടി പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോശങ്ങളെയാണ് കാലസ് എന്ന് പറയുന്നത്. ഈ കാലസ് കൾച്ചർ ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആക്കി മാറ്റുന്നത് അല്ലേ? അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ് ആവുമ്പോൾ നടക്കുന്ന പ്രക്രിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വന്നിട്ട് റീഡിഫറൻസിയേഷൻ ആണ്. അതായത് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും റീഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് കാലസിലെ കോശങ്ങൾ പൂർണ്ണമായിട്ടുള്ള ചെടിയായിട്ട് മാറുന്നത് അല്ലേ? അപ്പം നമ്മുടെ ടിഷ്യൂ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: അഗ്രോ ബാക്ടീരിയത്തെ ഉപയോഗിച്ചുള്ള ജീൻ ട്രാൻസ്ഫർ ഫലവത്താവുന്നത്. ഓപ്ഷൻ എ മോണോകോട്ട് ചെടികളിൽ, ഓപ്ഷൻ ബി ഡൈക്കോട്ട് ചെടികളിൽ, ഓപ്ഷൻ സി മോണോകോട്ടിലും ഡൈക്കോട്ടിലും, ഓപ്ഷൻ ഡി ഒന്നിലും ഫലവത്തല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡൈക്കോട്ട് ചെടികളിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അഗ്രോ ബാക്ടീരിയം എന്താണെന്ന് ഓർമ്മയിൽ വരണം അല്ലേ? അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനറ്റിക് എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫറിൽ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് അല്ലേ? അതായത് മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്നത്. അഗ്രോ ബാക്ടീരിയം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡൈക്കോട്ട് ചെടികളില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മോണോകോട്ട് ചെടികളിൽ അഗ്രോ ബാക്ടീരിയത്തിനെ യൂസ് ചെയ്യാത്തത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് മോണോകോട്ട് ചെടികളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാത്തോജൻ അല്ല. ഓക്കെ, അല്ലെങ്കിൽ മോണോകോട്ട് ചെടികൾ അഗ്രോ ബാക്ടീരിയത്തിൻ്റെ നാച്ചുറൽ ഹോസ്റ്റ് അല്ല. പക്ഷേ ഡൈക്കോട്ട് ചെടികൾ അഗ്രോ ബാക്ടീരിയത്തിൻ്റെ നാച്ചുറൽ ഹോസ്റ്റാണ്. അതുകൊണ്ട് അഗ്രോ ബാക്ടീരിയം ഉപയോഗിച്ചിട്ടുള്ള ജീൻ ട്രാൻസ്ഫർ ഡൈക്കോട്ട് ചെടികളിലാണ് ഫലവത്താവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കോശവിഭജന പ്രക്രിയയിൽ DNA നിർമ്മാണം നടക്കുന്നത്. ഓപ്ഷൻ എ പ്രോ ഫേസിൽ, ഓപ്ഷൻ ബി G1 ഫേസിൽ, ഓപ്ഷൻ G2 ഫേസിൽ, ഓപ്ഷൻ ഡി S ഫേസിലാണ്. നമ്മുടെ സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം DNA റിപ്ലിക്കേഷൻ എവിടെയാണ് നടക്കുന്നത്? S ഫേസിലാണ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസിലാണ് DNA റിപ്ലിക്കേഷൻ നടക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ:
ക്ലസ്റ്റൽ W എന്നുള്ളത് എന്താണ്? ക്ലസ്റ്റൽ W എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ ക്ലസ്റ്റൽ W എന്നുള്ളത് ഓപ്ഷൻ എ ഒരു മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ടൂളാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ്റെ സെക്കൻഡറി ഘടന മനസ്സിലാക്കാനുള്ള ടൂളാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡാറ്റ റിട്രൈവിംഗ് ടൂളാണ്. ഓപ്ഷൻ ഡി ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് അനലൈസിങ് ടൂളാണ്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റൽ W എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഇൻഫർമാറ്റിക്സിന് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ക്ലസ്റ്റൽ W എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്റൽ W എന്ന് പറയുന്ന ബയോ ഇൻഫർമാറ്റിക്സ് പ്രോഗ്രാമിൽ DNA സീക്വൻസിങ് അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിങ് ആണ് ചെയ്യുന്നത്. അതൊരു മൾട്ടിപ്പിൾ സീക്വൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലസ്റ്റൽ W ഉപയോഗിക്കുന്നത്. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെൻറ്റ് ടൂളാണ് ക്ലസ്റ്റൽ W എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലുള്ള മനുഷ്യ ജീനോം സീക്വൻസ് മാപ്പിൻ്റെ ഡാറ്റാബേസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, അതിലൂടെയാണ് നമ്മൾ ഹ്യൂമൻ ജീനോം സീക്വൻസസിനെ കൊണ്ടുവന്നത് അല്ലേ? അപ്പോൾ ആ മാപ്പിൻ്റെ ഡാറ്റാബേസ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഗോൾഡൻ പാത്ത്, ഓപ്ഷൻ ബി OMM, ഓപ്ഷൻ സി HDMD, ദെൻ ഓപ്ഷൻ ഡി ജീൻ കാർഡ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് വരുന്നത് ഗോൾഡൻ പാത്താണ്. എന്താണ് ഗോൾഡൻ പാത്ത് എന്ന് പറയുന്നത്? ജീനോമിനെ മെഷർ ചെയ്യാൻ, ഒരു ജീനോമിൻ്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗോൾഡൻ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ പാത്ത് എന്ന് പറയുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആണ്. ഓക്കെ, അതായത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് ഗോൾഡൻ പാത്ത് എന്ന് പറയുന്ന മനുഷ്യ ജീനോം സീക്വൻസസിൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് അല്ലേ, TMVയുടെ ജനിതക വസ്തു ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. TMVയുടെ ജനിതക വസ്തു എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, ഓപ്ഷൻ ബി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, ഓപ്ഷൻ സി ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, ഓപ്ഷൻ ഡി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഓക്കെ, നമുക്കറിയാം ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത് ഒരു RNA വൈറസ് ആണ്, ഒരു റിട്രോ വൈറസ് ആണ്. അത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സെൽ ഡിവിഷനിൽ നിന്ന് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ സെൽ ബയോളജിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മിയോസിസ് 1 ക്രോസിംഗ് ഓവർ പ്രക്രിയ നടക്കുന്ന ഘട്ടം. ഓപ്ഷൻ എ ലെപ്റ്റോട്ടിൻ, ഓപ്ഷൻ ബി ഡിപ്ലോട്ടിൻ, ഓപ്ഷൻ സി സൈഗോട്ടിൻ, ഓപ്ഷൻ ഡി പാക്കറ്റിൻ. അപ്പോൾ എന്താണ് ക്രോസിംഗ് ഓവർ എന്ന് നമുക്ക് അറിയണം അല്ലേ? ഒരു ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനിതക വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സെൽ ഡിവിഷനിൽ ജനിതക വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എവല്യൂഷൻ തരുന്ന, ജീവികളിലെ എവല്യൂഷൻ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണമാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് എവല്യൂഷൻ ഉണ്ടാവുന്നത്? വ്യത്യസ്തത അല്ലെങ്കിൽ വേരിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അഡാപ്റ്റേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വ്യത്യസ്തത ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഈ ഒരു വ്യത്യസ്തത വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവറാണ് അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും വ്യത്യസ്തരായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ക്രോസിംഗ് ഓവറാണ്. ഇത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് സെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പാക്കറ്റിംഗ് സ്റ്റേജ് ആണ് അല്ലേ? അപ്പോൾ മിയോസിസ് 1 പ്രോഫേസിലെ പാക്കറ്റിംഗ് സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ദെൻ അടുത്തതാണ് സെഡ് DNA. സെഡ് DNA എന്ന് പറയുന്നത് സെഡ് DNAയിൽ ഒരു പൂർണ്ണ ചുറ്റിൽ എത്ര ബേസ് ജോഡികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹെലിക്സിൽ എത്ര ബേസ് ജോഡികൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 12 അല്ലേ? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രധാനമായിട്ടും DNA 2 ഫാഷനിലാണ് പറയും. ഒന്ന് റൈറ്റ് ഹാൻഡഡ് ഫാഷൻ, ദെൻ ലെഫ്റ്റ് ഹാൻഡഡ് ഫാഷൻ. ലെഫ്റ്റ് ഹാൻഡഡ് ഫാഷനിലുള്ള DNA ആണ് സെഡ് DNA എന്ന് പറയുന്നത്. റൈറ്റ് ഹാൻഡഡ് ഫാഷനിലുള്ള DNA ഏതാണ്? BDNA ആണ്. അപ്പോൾ DNAയിലെ ബേസ് ജോഡികൾ ഏതൊക്കെയാണ്? അഡ്നിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ബേസ് ജോഡികളാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ബേസ് ജോഡികൾ എത്ര എണ്ണം ഒരു പൂർണ്ണ ചുറ്റിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെഡ് DNAയുടെ ഒരു പൂർണ്ണ ചുറ്റിൽ
12 ബേസ് ജോഡികളാണ് ഉള്ളത്. ഓക്കെ, ZDNAയുടെ ഒരു പൂർണ്ണ ചുറ്റിൽ 12 ബേസ് ജോഡികളാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സെക്കൻഡറി മെരിസ്റ്റമായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും സെക്കൻഡറി മെരിസ്റ്റമായിട്ടുള്ളത് വാസ്കുലാർ കാമ്പിയം, ഓപ്ഷൻ ബി ഫെല്ലം, ഓപ്ഷൻ സി ഫെല്ലോജൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻട്രാഫെസിക്കുലർ കാമ്പിയം. ഇത് നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത്, പ്ലാന്റിൻ്റെ സെക്കൻഡറി ഗ്രോത്ത്, പ്ലാന്റിൻ്റെ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതാണ്? ഫെല്ലോജൻ ആണ് അല്ലേ. പൂർണ്ണമായും സെക്കൻഡറി മെരിസ്റ്റമായത് ഫെല്ലോജൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത്. ഓപ്ഷൻ എ ക്ലോസ്ട്രിഡിയം, ഓപ്ഷൻ ബി അസറ്റോബാക്ടർ, ഓപ്ഷൻ സി ആസോസ്പൈറിലം, ഓപ്ഷൻ ഡി റൈസോബിയം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താ അറിയണം? എന്താണ് ബയോ ഫെർട്ടിലൈസർ എന്നുള്ളത് അറിയണം അല്ലേ. എന്താണ് ബയോ ഫെർട്ടിലൈസർ? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിലിൻ്റെ ജൈവികത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതായിരിക്കും വരിക? ക്ലോസ്ട്രിഡിയം ആണ് വരുന്നത്. കാരണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് അല്ലേ. അസറ്റോബാക്ടർ ആയാലും ആസോസ്പൈറല്ല ആയി റൈസോബിയം, അതിനകത്ത് റൈസോബിയം തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ റൈസോബിയം പീ പ്ലാന്റ്സിൻ്റെ പയറുചെടികളുടെ റൂട്ടിൽ കാണുന്ന സിംബയോട്ടിക് ബാക്ടീരിയമാണ് റൈസോബിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്നത് ക്ലോസ്ട്രിഡിയം ബോട്ടിലിനിക്കം അല്ലേ, ക്ലോസ്ട്രിഡിയം ബോട്ടിലിനിക്കം എന്നൊക്കെ പറയുന്നത് ഡിസീസ് കോസിങ് ബാക്ടീരിയകളാണ്. അപ്പോൾ താഴെ പറയുന്നതിൽ ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത് ക്ലോസ്ട്രിഡിയം ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഗോതമ്പിൽ 100 വിത്തുകൾ ഉണ്ടാവുന്നത് എത്ര ഊനഭംഗങ്ങൾ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ എത്ര ഊനഭംഗങ്ങൾ നടന്നിട്ടാണ്, എത്ര മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ഗോതമ്പിൽ 100 വിത്തുകൾ ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 200. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും 125 ഊനഭംഗങ്ങൾ ചേർന്നിട്ടാണ് ഗോതമ്പിലെ 100 വിത്തുകൾ ഉണ്ടാവുന്നത്. അപ്പം 125 ഊനഭംഗങ്ങൾ ചേർന്നിട്ടാണ് 100 വിത്തുകൾ ഉണ്ടാവുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ക്ലോണിംഗ് വെക്ടർ. എന്താണ് ഒരു ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റിലോട്ട് ഒരു DNA സെഗ്മെൻറ്റിനെ ഒരു ഹോസ്റ്റിലേക്ക് ഒരു DNA സെഗ്മെൻറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവികളെ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് വെക്ടറുകൾ എന്ന് പറയാം. അപ്പോൾ ക്ലോണിങ്ങിന് സഹായിക്കുന്ന വെക്ടറുകളാണ് ഇവിടെ ഉള്ളതെല്ലാം അല്ലേ. PBR 322, ഓപ്ഷൻ എ PBR 322, ഓപ്ഷൻ ബി യാക്ക്, ഓപ്ഷൻ സി PUC8, ഓപ്ഷൻ ഡി ബാക്ക് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്? ബാക്കാണ് അല്ലേ. ബാക്ക് എന്ന് പറയുന്ന ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ് ഏതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീസെൻട്രി ഇല്ലാത്ത ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ചെറുകുടൽ, ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് കോളൻ, ഓപ്ഷൻ സി സിഗ്മോയിഡ് കോളൻ, ഓപ്ഷൻ ഡി ഇടത് വലത് കോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഇടത് വലത് കോളനാണ്. അപ്പം എന്താണ് മീസെൻട്രി എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം അല്ലേ. അത് ഇൻറ്റെസ്റ്റൈനിൽ കാണുന്ന ചെറിയ ഫോൾഡിങ്സ് ആണ് അല്ലെങ്കിൽ മടക്കുകളാണ് മീസെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്തത് ഇടത് വലത് കോളനിലാണ്. ദെൻ അടുത്തത്, പവിഴപ്പുറ്റുകളുമായിട്ട് പവിഴപ്പുറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഡാണ സബ്സിഡൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞേതാവ്? ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ സി ലാമാർക്ക്, ഓപ്ഷൻ ഡി ആഗസ്റ്റ് വെയ്സ്മാൻ. അപ്പം ഇതിൻ്റെ ആൻസർ വന്നിട്ട് ചാൾസ് ഡാർവിൻ ആണ്. ചാൾസ് ഡാർവിൻ നമുക്കറിയാം അല്ലേ, ഒരുപാട് സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് എവല്യൂഷണറി സിദ്ധാന്തങ്ങളുടെ ഒരു ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ. ആളുടെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്ന ബുക്കിൽ വന്നിട്ടുള്ള തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പവിഴപ്പുറ്റുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡാണ സബ്സിഡൻസ് എന്ന് പറയുന്ന സിദ്ധാന്തം. അപ്പോൾ എന്താണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്? സീലൻഡ്രേറ്റ്സിൻ്റെ
എക്സോസ്കെൽറ്റൻ ആണ് അല്ലേ, സീലൻഡ്രേറ്റിൻ്റെ പുറംതോടുകളാണ് പവിഴപ്പുറ്റുകളായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ പോളിപ്പുകളുടെ പുറംതോടുകളാണ് പവിഴപ്പുറ്റുകളായിട്ട് വരുന്നത്. കാൽസ്യം കാർബണേറ്റിലുള്ള പോളിപ്പുകളുടെ പുറംതോടുകളാണ് പവിഴപ്പുറ്റുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ചാൾസ് ഡാർവിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സീലിയ, ഫ്ലജെല്ല എന്നിവയുടെ ചലനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മൈക്രോഫിലമെന്റ്, ഓപ്ഷൻ ബി മൈക്രോട്യൂബ്യൂൾസ്, ഓപ്ഷൻ സി റേഡിയൽ സ്പോക്സ്, ഓപ്ഷൻ ഡി ഡയനിൻസ്. ഓക്കെ, അപ്പോൾ സീലിയ, ഫ്ലജെല്ല എന്ന് പറയുന്നത് ലോവർ ഓർഗാനിസത്തിൽ, പ്രത്യേകിച്ച് പ്രോകാരിയോട്സിൽ, അതേപോലെ തന്നെ പ്രൊട്ടിസ്റ്റുകളിലൊക്കെ അവരുടെ ചലനത്തിന് വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളാണ് സീലിയകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവയവങ്ങളാണ് സീലിയകൾ അല്ലെങ്കിൽ ഫ്ലജെല്ലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രധാനമായിട്ടും ചലനത്തിന് വേണ്ടി സഹായിക്കുന്നത് ഡൈനിൻസ് ആണ്. ഓക്കെ, ഡൈനിൻസ് ആണ് പ്രധാനമായിട്ടും ചലനത്തിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് സെൽ ബയോളജിന്നും മോളിക്കുലർ ബയോളജിന്നുമാണ് കേട്ടോ. അപ്പം സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് ഇനി വരുന്ന ഒരു HS എക്സാം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും വരിക. കാരണം ഇങ്ങനെ ടഫായിട്ടുള്ള പോർഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ മാത്രമേ നമുക്കൊരു HS നമുക്ക് നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ CCയിൽ നമ്മൾ HSI കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ HSI പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടായി നമ്മൾ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ HSIക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവരും ആ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ അടുത്ത് കഴിഞ്ഞ ഒരു HSIയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും ഇത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.